എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ രാവിലെ ചായയൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഗ്യാസുമ്മേൽ. സ്കൂളുള്ള ദിവസം ചായയും കടിയും ചോറൊക്കെ രാവിലെ ഗ്യാസുമ്മേൽ തന്നെ ആക്കിയെടുക്കാൻ. തീ കത്തിച്ചിട്ട് ചിലപ്പോൾ ആക്കിയെടുക്കാൻ നമുക്ക് ആയി കിട്ടൂലല്ലോ. അപ്പോൾ ഇന്നലെ രാവിലെ ഉണ്ടാക്കിയ ദോശമാവ് കൊണ്ടാണ് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ദോശ ഉണ്ടാക്കിയത്. അപ്പോൾ ദോശ തേഞ്ഞില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു. എനിക്ക് മാത്രം കഴിക്കാനുണ്ടായില്ല. അപ്പോൾ ഇന്ന് സാധാരണ ടൗണിലൊക്കെ പോയാൽ നേരം വൈകിട്ട് വരുന്ന ആൾ ഇന്ന് വേഗം വന്നിട്ടുണ്ട് കേട്ടോ. 4 കടിയും കറിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പൊതി കണ്ടപ്പോൾ എന്താണെന്ന് വിചാരിച്ച് തുറന്നു നോക്കിയതാണ് കേട്ടോ. സത്യസന്ധമായൊരു കാര്യമാണ് കേട്ടോ ഇത്. ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. കടി കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ രാവിലെ കടി ഉണ്ടായിരുന്നില്ല. കാരണം ഇന്നലെ ഉമ്മാക്ക് സുഖമില്ലായിരുന്നു. അപ്പോൾ കാണാനൊക്കെ പോയി. പിന്നെ വൈകുന്നേരം വന്നപ്പോൾ ചോറും കറിയും ഒക്കെ വെക്കുന്ന തിരക്കിൽ രാവിലേക്കുള്ള അരി വെള്ളത്തിലിടാൻ മറന്നുപോയി. പിന്നെ പൊടികളുണ്ടായിരുന്നു, ചപ്പാത്തിപ്പൊടി. ഇപ്പോൾ രാവിലെ തന്നെ ചപ്പാത്തി പരത്തി ഉണ്ടാക്കാനും സമയമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചു. അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കടിയൊക്കെ വാങ്ങിയിട്ട് 4 എണ്ണമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. 4 എണ്ണമൊന്നും ഞാൻ കഴിക്കൂലേ. 2 എണ്ണം കഴിച്ചിട്ട് 2 എണ്ണം അവിടെ വെച്ചു. നെയ്പ്പത്തിരിയാണ്. അപ്പോൾ ഉണ്ടാക്കാൻ സാധനം ഉണ്ടെങ്കിലും ചില ദിവസങ്ങൾ അരി വെള്ളത്തിലിടാൻ മറക്കുന്ന ദിവസങ്ങളുണ്ട് കേട്ടോ. അതെല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമല്ലേ. അപ്പോൾ രാവിലെ ആ മാവ് കൊണ്ട് ഞാൻ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു. സ്കൂളിലേക്ക് ചോറും കൊടുത്തു വിട്ടു. പിന്നെ അതുപോലെ തന്നെ സോയാബീൻ തോരനും മുട്ട ഓംലെറ്റുമാണ് സ്കൂളിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചായ മാത്രം കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് കടിയും കൊണ്ട് വന്നത്. അപ്പോൾ എന്തായാലും അതും കൂട്ടിയിട്ട് ചായയൊക്കെ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇത് ഒരു നാടകം ക്രിയേറ്റ് ചെയ്തതല്ല കേട്ടോ. ഇത് സത്യസന്ധമായ കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. എല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. നമ്മുടെ സാധാരണ വിറകടുപ്പിലെ പാചകവും അതുപോലെ തന്നെ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളും ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ ഓരോ ദിവസവും വീഡിയോ ഇടുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാൻ പറ്റുന്നത്. നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിച്ചിട്ടാണ് നമ്മൾ ഓരോ ദിവസവും വീഡിയോ ഇടുന്നത് കേട്ടോ. അല്ലാതെ ഇതൊരു നേരം പോക്കിനായിട്ടോ ഒന്നുമല്ല നമ്മൾ വീഡിയോ ഇടുന്നത്. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടുമ്പോൾ നമുക്കത് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന നമ്മുടെ വീഡിയോസ് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്ഥലം കിട്ടിയതും അതിൽ ഇനിയൊരു കൂര ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഇതിൽ നിന്നൊരു ഏണിങ്സ് കിട്ടുമ്പോൾ നമുക്കത് വളരെ ഉപകാരമാണ്. അതിന് ഒരുപാട് നമുക്ക് നിങ്ങളോട് കടപ്പെട്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ തീ കത്തിക്കുകയാണ് കേട്ടോ, ചോറിനൊക്കെ ഉള്ള വെള്ളം വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്ഥലം അളന്ന് നമുക്കവിടെ മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോന്നായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ ഇനിയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ പിറകിൽ ആ ഒരു ഉദ്ദേശം തന്നെ അത് തന്നെയാണ് കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും അത് നമുക്കൊരു കാര്യത്തിലേക്കാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ വീഡിയോ മിസ്സാക്കരുത്. നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ള വീഡിയോസ്, നമുക്ക് സ്ഥലം കിട്ടിയ വീഡിയോസ് ഇട്ടപ്പോൾ ഒരുപാട് കൂട്ടുകാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞു. വീട് വേഗം ആകട്ടെ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അറിയുന്നവരും വീഡിയോ കണ്ടിട്ട് അങ്ങനെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് പറഞ്ഞവരും നമ്മുടെ ബന്ധുക്കളും അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സും നമ്മുടെ അടുത്തുള്ള അറിയുന്ന ആൾക്കാരെല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീടാകട്ടെ എന്നൊക്കെ. ഒരു വീട് എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് അല്ലേ. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ഒരു വീട് സ്വന്തമായിട്ട് എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമായിരിക്കും അല്ലേ. ഒരുപാട് കാലമായി ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് താമസിക്കാൻ ചെറുതാണെങ്കിൽ ഒരു കുഞ്ഞു വീട്, അത് ഒരു ചെറിയൊരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ അതിനെ റബ്ബ് തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ദുആ ചെയ്യാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഒരിക്കലും നിങ്ങൾ വീഡിയോ മിസ്സാക്കാതെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ കണ്ടാൽ മതി, എന്നാലും നിങ്ങൾ വീഡിയോ കാണണേ. അപ്പോൾ ഇന്ന് ഞാൻ നെയ്ച്ചോറല്ല കേട്ടോ, തേങ്ങാച്ചോറ് ഉണ്ടാക്കുകയാണ്. തേങ്ങാച്ചോറൊക്കെ ഒരുപാട് നമ്മൾ കാണിച്ചു, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. എന്നാലും ഇന്നത്തെ തേങ്ങാച്ചോറ് ഞാൻ മഞ്ഞപ്പൊടിയും ചേർക്കാണ്ടാണ് ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. അപ്പോൾ ഈ തേങ്ങാച്ചോറിന് കോമ്പിനേഷനായിട്ടാണ് ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. കറിയായിട്ട് ആ ബീഫിൻ്റെ സ്റ്റോക്ക് സാലിനാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. തക്കാളിയും സവാളയൊക്കെ വാട്ടിയിട്ട്
ആ ഒരു കറി പോലെ ബീഫ് റോസ്റ്റാക്കി എടുക്കുന്നതാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത്. അപ്പോൾ ചോറൊക്കെ അടുപ്പത്ത് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. തേങ്ങാച്ചോറൊക്കെ വെന്ത് അപ്പുറത്തേക്ക് മാറ്റിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ തേങ്ങാച്ചോറൊക്കെ വെന്ത് വരുന്നവരെ നമ്മൾ വീഡിയോ പിടിച്ചിട്ടില്ല. ആദ്യം വെക്കുന്ന വീഡിയോ ആണ് കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ നമ്മൾ ഒരുപാട് കാണിച്ചതായതുകൊണ്ടാണ് കേട്ടോ പിന്നെ കാണിക്കാത്തത്. ബീഫ് നമ്മൾ റോസ്റ്റാക്കി എടുക്കുകയാണ്. ഉരുളിയിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ഒരു 1.5 ടീസ്പൂണാണ് കേട്ടോ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും ഒരു വലിയുള്ളിയുടെ പകുതിയും കൂടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി കഷ്ണം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇത് ഒന്ന് നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഞാൻ കുക്കറിൽ തന്നെ ഗ്യാസുമേൽ വേവിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. ബേ ലീഫ് ഒരു പീസും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് വേവിച്ചത്. പട്ടയില അതും കൂടി ഇട്ട് വേവിച്ചെടുക്കുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും നമ്മളെ ബീഫിന്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളമൊക്കെ വറ്റുന്നവരെ ഒന്ന് മൂടി വെക്കാം. വെള്ളം വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആ ഒരു ചൂടിൽ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണ് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ മൂത്ത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ആ നെയ്യിൽ കിടന്ന് മൂത്തത് കാരണം. നെയ്യിൽ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, അപ്പോഴേ അറിയുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാച്ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ നെയ്ച്ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ബീഫ് ഇങ്ങനെ വിറകടുപ്പത്ത് കിടന്ന് നന്നായിട്ട് വറ്റി ഉണങ്ങി ഡ്രൈ ആയിട്ട് വരുമ്പോൾ നല്ലൊരു കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കറുത്ത ചീനച്ചട്ടി ഉണ്ടല്ലോ അതിലിങ്ങനെ ഇട്ടിട്ട് കുറേ നേരം ആ ചൂടിലിങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഡ്രൈ ആയി വരണപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബീഫിൻ്റെ വീഡിയോയും ഇന്നത്തെ പാചകവും വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്.